ഒരിക്കൽ പള്ളിയിലിരിക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് പറഞ്ഞു, സഹോദരന്മാരെ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നിശ്ചയിച്ച ഒരു മനുഷ്യൻ ഇതാ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. എല്ലാവരും ആകാംക്ഷയോടെ തിരിഞ്ഞുനോക്കി. അപ്പോൾ കണ്ടത് അൻസ്വാരികളിൽ നിന്നുള്ള ലളിതനായ ഒരു മനുഷ്യനെയായിരുന്നു. അടുത്ത ദിവസവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു. അപ്പോഴും വന്നത് അതേ മനുഷ്യൻ തന്നെ. മൂന്നാം ദിവസവും ആ പ്രഖ്യാപനം തുടർന്നു. ഈ കാഴ്ച കണ്ട അബ്ദുള്ള ഇബ്നു അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു അൻഹുവിന് അടക്കാനാവാത്ത കൗതുകം. എന്താണ് ഈ മനുഷ്യനെ തുടർച്ചയായി സ്വർഗാവകാശിയായി പ്രഖ്യാപിക്കാൻ കാരണം? അദ്ദേഹം ഒരു തന്ത്രം ഉപയോഗിച്ച് ആ അൻസ്വാരിയുടെ വീട്ടിൽ അതിഥിയായി താമസിച്ചു. 3 രാത്രികൾ അദ്ദേഹം ആ മനുഷ്യന്റെ ആരാധനകൾ നിരീക്ഷിച്ചു. അദ്ദേഹം രാത്രി മുഴുവൻ നിസ്കരിക്കുന്നില്ല, അധികമായി നോമ്പെടുക്കുന്നുമില്ല. മറ്റെല്ലാവരെയും പോലെ സാധാരണ ആരാധനകൾ മാത്രം. അവസാനം അബ്ദുള്ള റളിയല്ലാഹു അൻഹു നേരിട്ട് ചോദിച്ചു, പ്രിയ സഹോദര, നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അധികമായി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആ സാധു മനുഷ്യൻ സൗമ്യതയോടെ പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടതിനേക്കാൾ അധികമായി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒന്നൊഴികെ. എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരൊറ്റ മനുഷ്യനോടും ഞാൻ പകയോ വിദ്വേഷമോ അസൂയയോ വെക്കാറില്ല. എന്നെ ദ്രോഹിച്ചവർക്ക് പോലും ഞാൻ മനസ്സുകൊണ്ട് പുറത്തുകൊടുക്കും. ശുദ്ധമായ ഒരു ഹൃദയത്തോടെയാണ് ഞാൻ ഉറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. അളവില്ലാത്ത ആരാധനകളല്ല, ഹൃദയശുദ്ധിയാണ് ജന്നത്തിലേക്കുള്ള വഴി. പകയില്ലാത്ത, ക്ഷമിക്കാൻ മാത്രം അറിയുന്ന ആ ഹൃദയം, അതാണ് നിധി. നമുക്കും ശാന്തമായ മനസ്സോടെ ഉറങ്ങാൻ പരിശ്രമിക്കാം. ഈ മനോഹരമായ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ കൂടുതൽ പ്രചോദനമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.